ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൺചട്ടി മയപ്പെടുത്തിയെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്ന. കുറേ രീതിയിൽ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഓട്ടട ഉണ്ടാക്കുന്ന ഈ ഒരു മൺചട്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ മൺചട്ടി വാങ്ങുമ്പോൾ നല്ല മൺചട്ടി നോക്കി വാങ്ങുക. നമ്മളിതുപോലെ ഇങ്ങനെ ചൊട്ടി നോക്കുമ്പോൾ മുഴക്കമുള്ളൊരു സൗണ്ട് കേൾക്കണം. അപ്പോൾ നമുക്ക് നല്ല മൺചട്ടിയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇത് മയപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ സാദാ വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക കേട്ടോ. ഏത് മൺചട്ടിയാണ് നമ്മൾ മയപ്പെടുത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ചട്ടി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഇതിലോട്ട് മുങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് വെക്കുക. ഒരു 3 മണിക്കൂറെങ്കിലും ഇതുപോലെ ഇട്ട് വെക്കണം. നമ്മളിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഒരു കുമിള പോലെ ചെറുതായിട്ടൊക്കെ നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിലൊരു സൗണ്ട് ചെറുതായിട്ടൊരു സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് തിളക്കുന്ന പോലെ ആ ഒരു സൗണ്ടും കൂടെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 3 മണിക്കൂറോളം നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ ചട്ടിക്ക് നല്ലൊരു കളറ് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ചട്ടിയുടെ മാറ്റം അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറേ കാര്യങ്ങൾ ഇതുപോലെ സ്റ്റെപ്പായിട്ട് ചെയ്യാനുണ്ട്. ഇനി നമ്മളിത് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് മുമ്പൊക്കെ ഇങ്ങനെ വെണ്ണീറൊക്കെ ഉണ്ടാവില്ല, അത് വെച്ചിട്ടാണ് പണ്ടൊക്കെ ഈ മൺചട്ടി കഴുകിയെടുക്കാറ്. ഇപ്പോൾ നമ്മൾ കടലമാവാണ് കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള. പിന്നെ ഇതുപോലത്തെ സ്പോഞ്ച് യൂസ് ചെയ്യുക. ഇതുപോലത്തെ സ്ക്രബ്ബർ വേണം യൂസ് ചെയ്യാനായിട്ട്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അടിഭാഗവും ഇതിൻ്റെ മുകൾ ഭാഗവും ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകി സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചിട്ട് കഴുകിയെടുക്കുക. ഏത് മൺചട്ടിയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ ഓട്ടട ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് ചായപ്പൊടി ഇട്ടിട്ടൊന്നും നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അതാ കണ്ടില്ല ചട്ടിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാത്രി മാത്രം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒരു രാത്രി ഫുള്ളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഒരു രാത്രി ഫുള്ള് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിന്. തലേന്ന് രാത്രി ഒഴിച്ച് വെച്ചാൽ രാവിലെ എടുത്തിട്ട് കഴുകിയെടുത്താൽ മതി. ഇനി നമ്മളിത് കഴുകിയെടുക്കുമ്പോൾ നേരത്തെ കഴുകിയ പോലെ തന്നെ കുറച്ച് കടലമാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. ഗോതമ്പ് മാവ് കടലമാവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം കേട്ടോ, ആട്ടപ്പൊടി. അപ്പോൾ നമ്മൾ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ഈ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് വീണ്ടും ഇത് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് തുടച്ചെടുക്കുക. ഇതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ. ഇപ്പോൾ ചട്ടിയുടെ കളറിങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും ചട്ടിയുടെ കളറ് മാറി വരുന്നുണ്ട്. നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമ്മളിതിലോട്ട് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ എണ്ണ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ കുറച്ചധികം എണ്ണ തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡും പുറം ഭാഗവും ഉൾഭാഗവും ഒക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഇതൊരു 3 മണിക്കൂറോളം ഒരു 2-3 മണിക്കൂറോളം ഇത് വെയിലത്ത് വെക്കണം. ഇത് വെയിലത്ത് വെക്കുമ്പോൾ ഇതിൽ നമ്മൾ തേച്ച് കൊടുത്ത എണ്ണയൊക്കെ നന്നായിട്ട് അബ്സോർവായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊരു 3 മണിക്കൂറോളം ഇതുപോലെ എന്തിൻ്റെങ്കിലും ഇങ്ങനെ ഇതിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു 3 മണിക്കൂർ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 3 മണിക്കൂറോളം വെയിലത്ത് വെച്ചിട്ടുണ്ടായിന്. നമ്മൾ തേച്ച് കൊടുത്ത എണ്ണയൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്, അബ്സോർവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എണ്ണ നമ്മൾ തേച്ച് കൊടുത്ത എണ്ണയൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടണം. ഇനിയും കുറച്ച് സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു അടുപ്പിൽ വെച്ചിട്ട് എപ്പോഴും നമ്മൾ മൺചട്ടി യൂസ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. അപ്പോൾ അതാ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിത് ആദ്യത്തെ ഒരു വെറുതെ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ കഴിക്കുന്നില്ല, യൂസ് ചെയ്യുന്നില്ല കഴിക്കാനായിട്ട്. നമ്മളിത് കളയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല, സവാളയോ അല്ലെങ്കിൽ തേങ്ങ ചിരകിയതോ എന്താണെങ്കിലും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് കളയാം കേട്ടോ. പിന്നെ നമ്മൾ മൺചട്ടിയിൽ യൂസ് ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ തവി ചട്ടകം ഒന്നും യൂസ് ചെയ്യരുത്. ഇതുപോലെ മരത്തിൻ്റെയോ അല്ലെങ്കിൽ സിലിക്കോണിൻ്റെയോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇനി ഇത് നമ്മൾ നല്ലോണം ചൂടാറിയിട്ടാണ് കഴുകിയെടുക്കുന്നത്. ചൂടോടെ ഒരിക്കലും കഴുകിയെടുക്കരുത്. നല്ലോണം ചൂടാറിയതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി, സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട്. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചെയ്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. കറിവേപ്പില എണ്ണയൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പിന്നെ അത് യൂസ് ചെയ്യേണ്ട കറിവേപ്പില. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിതിലുള്ള മണ്ണിൻ്റെ മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് എണ്ണയൊന്നും ചേർക്കാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കറിവേപ്പില ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കി കാണിച്ചുതരാം. ഇത് ഓട്ടട ഉണ്ടാക്കുന്ന മാവൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ സാധാ കാസർഗോഡ് കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കലുണ്ട്. അതിൻ്റെ മാവ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പാത്രം മൺചട്ടി വാങ്ങിയിട്ടുള്ളത്. ഓട്ടട മാത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ ഓട്ടുപോള എന്നൊക്കെ പറയും. പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഒരിക്കലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാസർഗോഡ് ഉണ്ടാക്കുന്നതും കണ്ണൂർ ഉണ്ടാക്കുന്നതൊക്കെ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചുട്ടെടുക്കുക. പിന്നെ എണ്ണ തേച്ച് കൊടുക്കണമെന്നില്ല. ഓട്ടട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അതുപോലെ മാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി മീഡിയം ഫ്ലെയിമിൽ ഒഴിക്കുക. പിന്നീട് കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. മൺചട്ടി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് മൺചട്ടി കുറേ കാലം നല്ല കറക്റ്റായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രാച്ചൊന്നും വീഴാതെ പോറലൊന്നും വീഴാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലൊന്നാണ് നമ്മൾ സ്റ്റീലിൻ്റെ ചട്ടകം യൂസ് ചെയ്യേണ്ട, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് കഴുകിയെടുക്കേണ്ട എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇതുപോലെ ഓട്ടട, ഞങ്ങൾ ഓട്ടുപോള എന്നൊക്കെ പറയും. ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ, നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇനി ചൂടാറിയതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ കഴുകിയെടുത്താൽ മതി. പിന്നെ നമ്മളിത് വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും എണ്ണ പുരട്ടി കൊടുക്കുക. എന്തായാലും ആദ്യത്തെ 1-2 യൂസ് ചെയ്ത സമയത്തൊക്കെ ഇതുപോലെ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഷൈനിങ്ങും ഉണ്ടാവും. അതുപോലെ പൂപ്പൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, മൺചട്ടി കാണുമ്പോൾ തന്നെ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.